അപ്പൊ ആള് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന ഒരു വേർഡ് എന്താ? എല്ലാം സെറ്റ് അല്ലേ, വൈബ് അല്ലേ? ആ ഒരു വൈബിൽ തന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ വൈബില് പൊളിയാക്കണം. മാഷാ അല്ലാ, ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ. അത് ഇങ്ങനത്തെ കയ്യടി. ഞാനും നിയാസും ചെറുത് മുതലേ ലൈക്ക് ടോം ആൻഡ് ജെറി, നമ്മൾ എന്ന് നോക്കിയ അടിയാണ്. നിയസിക്ക ആള് ഭയങ്കര സൂപ്പറാണ്, ഭയങ്കര കൈൻഡാണ്, എല്ലാ കസിൻസോടും ഒരുപോലെ ട്രീറ്റ് ചെയ്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നിയാസിക്ക. നിയാമിസ്ത ഞാനിവിടെ വന്നപ്പം മുതൽ ഭയങ്കര കെയറിങ് ആണ്, എന്ത് കാര്യത്തിലും സപ്പോർട്ടിങ് ആണ്. എന്തും ആയിക്കോട്ടെ, എന്ത് പ്രശ്നം വന്നാലും ഫാമിലിയിലത്തെ ആരെന്ത് പറഞ്ഞാലും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളെ ഫാമിലിയേക്കാൾ ഉപരി ഇവന് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, മീൻസ് ഫ്രണ്ട്സ് ആയാലും കസിൻസ് ആയാലും ഇവന്റെ ജോബ് ഇതുണ്ടെങ്കിലും വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര സ്പീഡാണ്. പക്ഷേ ഒരു +2 എത്തുമ്പോൾ നമ്മൾ പിന്നെ ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ അടിപൊളിയാണ്, നല്ല അടിപൊളി ബെസ്റ്റ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആളാണ് നിയാസ്. ഫ്രണ്ട്സിനെ പോലെ എല്ലാവരും ഒരുപോലെ ആയിട്ട് നന്നായിട്ട് ട്രീറ്റ് ചെയ്യും, നന്നായിട്ട് മിങ്കിൾ ചെയ്യും, നന്നായിട്ട് സംസാരിക്കും, എല്ലാവരും ഒരുപോലെ കാണും, എപ്പോഴും മുഖത്തൊരു ചിരി ഉണ്ടാവും. പിന്നെ നിയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ പുറത്തു പോയെങ്കിൽ എന്നെ ആരും അറിയില്ല, പക്ഷെ നിയാസ് എന്ന് വെച്ചാലേ അവനെല്ലാവരും അറിയാം, അവനെല്ലാം സംസാരിക്കും, ഭയങ്കര ആക്റ്റീവാണ്, എല്ലാവരെയും നല്ല കമ്പനിയാണ്. അപ്പം ഞാൻ എവിടെ പോയാലും നിയമസ്ഥൻ്റെ ഏട്ടനാണ്. ചിരി ഭയങ്കര ക്യൂട്ടാണ്. അത് നമുക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ആൾക്കാരോട് നമുക്ക് തോന്നൂല അവനൊന്നും ദേഷ്യം, നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് മിങ്കിൾ ചെയ്യാൻ തോന്നും. എന്നെ എല്ലാവരും പറയാ ചിരിക്കൊടുക്കുകയാണ്, പക്ഷേ അവൻ അങ്ങനെയല്ല, അവൻ ഭയങ്കര സ്മാർട്ട്, എല്ലാവരും ചിരിച്ച് സംസാരിക്കും. പിന്നെ ഡ്രസ്സിങ് സെൻസിൽ ആള് പൊളിയാണ്, പിന്നെ അവൻ്റെ ബോഡി ഷേപ്പ് അതൊക്കെ, അവൻ ഡ്രസ്സിങ് പൊളിയാണ്. പണ്ടേ ഫാഷൻ ഇതൊക്കെ ആയി, അവൻ്റെ ലൈഫ് പറഞ്ഞാൽ ഫാഷൻ, പിന്നെ ഇതൊക്കെയാണ് അവൻ്റെ ലൈഫ്. എല്ലാ ഇയറിലും ഏതാണ് ട്രെൻഡ് അത് അവൻ full of vibe, kind-hearted, handsome, perfect. पूछे सभी मैं देखा ये भी तो मुझ संग खोले बाय कैसे बताऊं सारी वो बात. ക്രഷ് ഇവൾക്ക് ഉണ്ടായിരുന്നേ, അത് ആര് പറഞ്ഞു? ഇവളൊക്കെ ഉണ്ടായിരുന്നു ക്രഷ്. ഞാൻ ഫസ്റ്റ് എന്നെ പ്രൊപ്പോസ് ആക്കി, അപ്പൊ എനിക്ക് ഫസ്റ്റ് ഞങ്ങൾക്ക് എസ് പറയാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ ക്യാരക്ടർ നല്ലോണം മനസ്സിലാക്കി, പിന്നീട് ഞാൻ എസ് പറഞ്ഞു. രണ്ടാളും സെയിം വൈബാണ്, ഈവൻ ദർ ക്യാരക്ടർ, ഈവൻ വാട്ട് ദേ ആർ സ്പീക്കിംഗ് ഈസ് സെയിം, വാട്ട് ദേ ആർ ടെല്ലിംഗ് എവറിത്തിങ് ഈസ് സെയിം. ടോക്കറ്റീവ് ആണ്, ബ്യൂട്ടി കോൺഷ്യസ് ആണ്, ഏത് നേരവും നല്ലൊരു മോഡേൺ കളിട്ട് നിൽക്കാറ്. ആൻഡ് ഷീ ലൈക്ക് ടു സർപ്രൈസ് യു മോർ. जो देखे एक बार को पलट के बार बार वो खुदा जाने क्यों तुझे देखने लगता है. सच बोलूं ईमान से खबर है आसमान से, हैरत में
चांद भी तुझको तकता है कि कोई इतना खूबसूरत, कोई इतना खूबसूरत, कोई इतना खूबसूरत कैसे हो सकता है कि कोई इतना खूबसूरत, कोई इतना खूबसूरत, कोई इतना खूबसूरत कैसे हो सकता है। खूबसूरती पर तेरी खुद को मैंने कुर्बान किया, मुस्कुरा के देखा तूने दीवाने पर एहसान किया। ഞാൻ ഇന്റീരിയർ ഡിസൈനറാണ്. ആ സമയത്ത് ഇവിടെ കസിൻസ് ഉണ്ട്. കസിൻസെല്ലാം എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ്. അതേപോലെ വേറെ കുറച്ച് കസിൻസ് ഉണ്ട്. അപ്പോൾ അവർ വീട്ടിൽ കസിൻ USA അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യണം. അപ്പോൾ അവൻ്റെ ഉമ്മ എന്നോട് സംസാരിച്ച് ഭയങ്കര കുറേ സംസാരിച്ച് നല്ല കമ്പനിയായിട്ട് ലാസ്റ്റ് പറയുന്ന മോനെ എൻ്റെ സിസ്റ്ററിൻ്റെ മോളുണ്ട് എനിക്ക് നോക്കുന്നത്, എനിക്ക് നല്ല മാച്ച് ആയിരിക്കും, സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പം ഞാൻ കുറച്ച് കടക്ക് പിടിച്ചു. എന്ത് പറഞ്ഞാൽ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനർ, നമ്മൾ അത്ര സംസാരിക്കാൻ പാടില്ല. ഞാൻ ഈ ഫോട്ടോ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ബേജാറ് ഫോട്ടോ ചോദിക്കണമായിരുന്നു. മെസ്സേജ് ആക്കി ബർത്ത്ഡേ വിഷ് ആക്കി. तेरी रंगत पे खुद होली की रुत हैरान हुई है, तुझको चलते देखा, तुझको चलते देखा तब हिरणों ने सीखा चलना, तुझे ही सुन के कोयल कोयल की पहचान हुई है. ചെക്കനെ ഇപ്പം എൻ്റെ ബ്രദേഴ്സ് പറഞ്ഞെങ്കിൽ നമ്മൾ മൂന്നാളിപ്പോൾ 3 സ്ഥലത്താണുള്ളത്. ഒരാൾ കുവൈത്തിൽ, ഒരാൾ ദുബൈയിൽ, ഞാനിപ്പോൾ നാട്ടിൽ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന പഴയ ലൈഫ്. എനിക്ക് വെച്ചെങ്കിൽ എൻജോയ്മെൻറ്റ് എൻ്റർടൈൻമെൻറ്റിനൊക്കെ പുറത്തുനിന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടാ. 2 ബ്രദേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്ലേ സ്റ്റേഷനും ഗെയിംസും അങ്ങനെ സ്പോർട്സെല്ലാം കളിച്ചിട്ട് നമ്മൾ തന്നെ ആ ഒരു വൈബാക്കലുണ്ട് വീട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു കുറേ 4 to 5 years ആയി നമ്മൾ ഒരുമിച്ചില്ലാത്ത. ഒന്നെങ്കിൽ ഒരാൾ ദുബൈയിലുണ്ടാവും, ഒരാൾ കുവൈത്തിലുണ്ടാവും. അങ്ങനെ അവർ മാറി മാറി നാട്ടിലേക്ക് വരാറ്. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. So they are a perfect match. Wishing them both, Niyaz and Jafna, very happy married life forever. എനിക്ക് അവനോട് ഒരു അഡ്വൈസ് കൊടുക്കാനില്ല. അവനെ മെച്ചൂർഡാണ്, എന്നെക്കാളും മെച്ചൂർഡാണ് അവൻ. അതുകൊണ്ട് അവൻ്റെ ലൈഫ് സക്സസ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. I wish them all the best for their future.